എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിടാറ്? പലപ്പോഴും ആ പ്രശ്നങ്ങളിൽ തന്നെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കാറില്ലേ? എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി പരിഹാരങ്ങളിലേക്ക് ഒരു പുതിയ വഴി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന വാചകം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു കാതലെന്ന് പറയാം. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? ശരിക്കും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊന്ന് കടന്നു ചെന്ന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴാണ് അവിടെയാണ് നമ്മൾ പലപ്പോഴും ഒന്ന് മടിച്ചു നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്വന്തം സംസാരത്തിലായാലും ഇനിയിപ്പോൾ നാട്ടുകാരോടുള്ള ചർച്ചയിലായാലും എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം വാദോരാതെ സംസാരിക്കും. പക്ഷെ പരിഹാരത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു നിശബ്ദത. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ശരി, അപ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ പ്രശ്നങ്ങളിലെ പ്രശ്നം? അതായത് മുന്നോട്ട് പോവാതെ വെറുതെ പ്രശ്നങ്ങളിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നാലുള്ള കുഴപ്പം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് വെറും വിമർശനങ്ങളുടെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഒരു കാര്യവും ചെയ്യാതെ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാംകട്ടി ക്രൂക്ക്, അതിൽ നമ്മൾ അങ്ങ് പെട്ടുപോകും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും ശരി സോഷ്യൽ ലൈഫിനെയും ശരി ഒരുപോലെ നിശ്ചലമാക്കി കളയും. പക്ഷേ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മളൊരു ടേൺ എടുക്കുന്നത്. വിമർശനങ്ങളിൽ നിന്നും മാറി കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താരീതിയിലേക്ക് എങ്ങനെ മാറാൻ പറ്റും നമുക്ക് നോക്കാം. ഈ സ്ലൈഡ് നോക്കൂ, ആ വ്യത്യാസം വളരെ ക്ലിയർ ആണ്. ഒരു സൈഡിൽ വെറും വിമർശനങ്ങൾ, അതായത് പ്രശ്നത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഒരേയിടത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മറ്റേ സൈഡിലോ പ്രായോഗിക പരിഹാരങ്ങൾ, അതായത് മുന്നോട്ടു പോകാനുള്ള വഴികൾ തേടുന്നു, പുരോഗതിയിലേക്ക് നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കണോ അതോ മുന്നോട്ട് പോണോ എന്നൊരു ചോയ്സാണിത്. അപ്പോ ഇതാണ് ഇവിടത്തെ പോയിന്റ്. നമുക്ക് വേണ്ടത് ഒരു പുതിയ പെർസ്പെക്റ്റീവ്, ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ഈ വിമർശനങ്ങളുടെ കെണിയിലെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഇതാണ്. വെറുതെ പ്രശ്നം കണ്ടുപിടിച്ചാൽ പോരാ, അതിനപ്പുറം പോയിട്ട് പരിഹാരങ്ങൾക്കായി ക്രിയേറ്റീവായിട്ട് അന്വേഷിക്കാൻ നമ്മൾ തന്നെ ബോധപൂർവ്വം തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കാണ്. ഈ പുതിയ ചിന്താരീതി, ഈ പുതിയ കാഴ്ചപ്പാട്, ഇത് വെച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫിലെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. വെല്ലുവിളികളെ ക്രിയേറ്റീവായി മറികടക്കാനുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് ഈ 3 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് കാണാം. സ്റ്റെപ്പ് 1, ഈ അവസാനമില്ലാത്ത ചർച്ചയൊക്കെ അങ്ങ് നിർത്തുക. സ്റ്റെപ്പ് 2, പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് ആക്റ്റീവായിട്ട് തന്നെ തേടി തുടങ്ങുക. പിന്നെ സ്റ്റെപ്പ് 3, എപ്പോഴും പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതെ പരിഹാരത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. സത്യത്തിൽ എല്ലായിടത്തും. നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ചെറിയ കാര്യങ്ങൾ തൊട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന വലിയ പ്രതിസന്ധികളിൽ വരെ ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഇത് ശരിക്കും ഉപകാരപ്പെടും. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് വെറുതെ പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പകരം അവയെ എങ്ങനെ ക്രിയേറ്റീവായി മറികടക്കാം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കാണ് ഇന്നൊരു പുതിയ കാഴ്ചപ്പാട് വേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പുതിയ പെർസ്പെക്റ്റീവ് കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് വെല്ലുവിളിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.